നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കണ്ടശങ്കടവ് ജലോത്സവം ആവേശമായി. 2 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 19 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ പ്രവർത്തനത്തിനെതിരെ പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ രംഗത്ത്. നഗരസഭ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് ആരോപണം. പുതുക്കാട് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. പാഴായി സ്വദേശി നന്ദേഷിന്റെ കാറാണ് കത്തിനശിച്ചത്. മുല്ലശ്ശേരിയിൽ വീടിന്റെ അടുക്കളയ്ക്ക് തീപിടിച്ചു. മാള പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി ഇല്ലാതെ 4 മാസം. ഉത്തരവുകൾ ഇറങ്ങിയിട്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരും ഇതുവരെ എത്തിയില്ല. മാള പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണെന്ന് ജീവനക്കാർ. പ്രതിയെ പിടികൂടാനെത്തിയ കുന്നംകുളം പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. 2 പോലീസുകാർക്ക് പരിക്ക്. മാള അഷ്ടമിച്ചിറയിൽ നീതി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയ സംഭവം. കുഞ്ഞിന്റെ അമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിശദാംശങ്ങളിലേക്ക്. കണ്ടശങ്കടവ് ജലോത്സവം ആവേശമായി. 2 ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം 19 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മന്ത്രി OJ ജനീഷ് ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങൾക്ക് മുന്നോടിയായി നടന്ന വർണ്ണാഭമായ ജലഘോഷയാത്രയ്ക്ക് മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. MLA C രവീന്ദ്രനാഥ് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദിമുദ്ദീൻ, സംഘടനാ സമിതി ചെയർപേഴ്സൺ സിജി മോഹൻദാസ്, BN സുർജിത്ത്, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 100 കണക്കിന് ആളുകളാണ് ജലോത്സവം കാണാൻ കണ്ടശങ്കടവിൽ എത്തിയത്. എന്തൊരു മത്സരമാണ്, എന്തൊരാവേശമാണ്. ശക്തിയോടെ തുണകളെറിഞ്ഞുകൊണ്ട് തട്ടകത്തമ്മ ഒപ്പം പിടിക്കാൻ വടപ്പുളാനടുത്ത് സുന്ദരമായിട്ടുള്ളൊരു മത്സരം. ഒരൽപ്പം മുമ്പിലേക്ക് തട്ടകത്തമ്മ അങ്ങനെ ലീഡ് വെച്ച്. ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ KK സുമേഷ് കുമാർ. നഗരസഭ നിശ്ചയിച്ച ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് സുമേഷ് കുമാറിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറെ നടയിലെ ഗോകുലം ഗ്രൂപ്പിന് കീഴിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിനെതിരെ ടെമ്പിൾ പോലീസിലും നഗരസഭയിലും പരാതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നികുതി സംവിധാനങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇക്കാര്യത്തിൽ ഭീമമായ GST വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന സംശയം അന്വേഷിക്കണമെന്നും സുമേഷ് കുമാർ ആവശ്യപ്പെട്ടു. പരാതി ഉന്നയിക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് നേരിടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ കോടതിയെയും സമീപിക്കുമെന്ന് സുമേഷ് കുമാർ വ്യക്തമാക്കി. പ്രൈവറ്റ് പാർക്കിംഗ് സംവിധാനങ്ങൾ നടന്നു പോകുന്നത് ഇത് തീർത്തും കുറ്റകരമാണ്. ഭരണ സംവിധാനങ്ങള് ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. എനിക്ക് കിട്ടിയ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിന് മുൻവശത്തായിട്ടുള്ള ഒരു പാർക്കിങ്ങില് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കണ്ടെത്താൻ ഇടയായി. തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ചപ്പോൾ യാതൊരു രേഖയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഇത്തരം പാർക്കിങ്ങുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതേസമയം ആരോപണങ്ങൾ ഗോകുലം ഗ്രൂപ്പ് നിഷേധിച്ചു. നഗരസഭയുടെ റവന്യൂ വിഭാഗത്തിൽ ആവശ്യമായ തുക അടച്ചാണ് പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഗ്രൂപ്പ് വക്താക്കൾ അറിയിച്ചു. സുമേഷ് കുമാറിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ റവന്യൂ വിഭാഗത്തിൽ പണം അടയ്ക്കുന്നത് മാത്രം പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തുന്നതിനുള്ള സമ്പൂർണ്ണ ലൈസൻസായി കണക്കാക്കാനാകില്ലെന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ അനുമതികൾ ഉണ്ടായിരിക്കണം. ശുചിമുറി, മാലിന്യ സംസ്കരണ സംവിധാനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. TCV ന്യൂസ്, ഗുരുവായൂർ. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. പുതുക്കാട് പാഴായി സ്വദേശി ചെമ്മണ്ടപ്പറമ്പിൽ നന്ദേഷിന്റെ കാറാണ് കത്തിനശിച്ചത്. ചെങ്ങാലൂരിലെ സ്കൂളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കഴിഞ്ഞ് മടങ്ങിയ നന്ദേഷ് കുമാറിന്റെ കാറിന്റെ മുൻവശത്തുനിന്ന് പുക ഉയരുന്നത് കണ്ട് ഡോർ തുറന്ന് ചാടിയിറങ്ങിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ റോഡരികിലെ കാനയിലേക്ക് ചെരിഞ്ഞതോടെ തീ ആളിപ്പടരുകയായിരുന്നു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പുതുക്കാട് ഫയർഫോഴ്സ് തീയണച്ചു.
മുല്ലശ്ശേരിയിൽ വീടിന് തീപിടിച്ചു. മുല്ലശ്ശേരി ചിരിയങ്കണ്ടത്ത് റോബിന്റെ വീട്ടിലെ അടുക്കളയിലാണ് തീപിടുത്തമുണ്ടായത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവ സമയത്ത് വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ്, മിക്സി തുടങ്ങിയ വീട്ടുപകരണങ്ങളും മറ്റു സാമഗ്രികളും കത്തിനശിച്ചു. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴഞ്ഞി കോട്ടോലിൽ നിയന്ത്രണം വിട്ട ജീപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു. അക്കിക്കാവ് ഭാഗത്തു നിന്നും പഴഞ്ഞി ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാള പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയില്ല. 4 മാസത്തിനുള്ളിൽ 4 ഉത്തരവുകൾ ഇറങ്ങിയിട്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരും ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറക്കിയ തദ്ദേശ വകുപ്പിന്റെ സ്ഥലം മാറ്റത്തിന്റെയും സ്ഥാനക്കയറ്റത്തിന്റെയും പട്ടികയിൽ മാളയെ ഒഴിവാക്കിയിരിക്കുകയാണ്. 4 മാസം മുമ്പ് സ്ഥലം മാറിയെത്തുന്ന സെക്രട്ടറിമാർ വേഗത്തിൽ മാറ്റം ചോദിച്ചു വാങ്ങി പോകുന്ന അവസ്ഥയിലായിരുന്നു. മാള പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നത് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നതെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം. ഇപ്പോൾ 4 മാസമായി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. 2 ജോലികളും ഒരാൾ നിർവഹിക്കേണ്ട അവസ്ഥയിലാണ്. ഫയലുകൾ തീർപ്പാക്കുന്നതിന് കാലതാമസം നേരിടുമ്പോൾ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് ഓഫീസിലെത്തി വഴക്കുണ്ടാക്കുന്നതും പതിവാണ്. പഞ്ചായത്ത് വാദിയും എതിർകക്ഷിയുമായ നിരവധി കേസുകളാണ് വർഷങ്ങളായി നിലവിലുള്ളത്. തർക്കങ്ങളും വിവാദങ്ങളും തുടർച്ചയായി ഉണ്ടാകുന്നത് ജീവനക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇക്കാര്യം അറിയാവുന്ന മാളയിലും പ്രദേശങ്ങളിലും താമസിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്തുള്ളവർ പോലും ദൂരെ ജോലി ചെയ്താലും മാളയിലേക്ക് വരാൻ തയ്യാറാകുന്നില്ലെന്നാണ് ജീവനക്കാർക്കിടയിലുള്ള സംസാരം. മാളയിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഭാവം ഫയലുകളുടെ നീക്കത്തെ ബാധിക്കാതിരിക്കാനും തീർപ്പാക്കാനും മറ്റു ജീവനക്കാർ അധിക ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയാലും പഞ്ചായത്തിലെ ജോലി ചെയ്യേണ്ടി വരുന്നത് കൂടുതൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. TCV ന്യൂസ്, മാള. പ്രതിയെ പിടികൂടാനെത്തിയ കുന്നംകുളം പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ചേരുംകുളം പാടത്തിന് സമീപം പ്രതിയും സംഘവും ഇരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. വധശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശിയായ അദീബ് എന്നയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെ കണ്ട പ്രതിയും സംഘവും ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ CPOമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴുത്തിന് പരിക്കേറ്റ CPO രതീഷ് കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അത് വേറെ ആൾക്കാർ സാറേ, അത് വേറെ ആൾക്കാർ.